വേറിട്ട ചിന്തകൾ എന്ന ഈ വചന പഠന ചാനലിൻ്റെ എല്ലാ ശ്രോതാക്കളെയും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട കമൻറ്റുകൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കൊക്കെയും വളരെ നന്ദി അറിയിക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ ഒരു പെന്തക്കോസ്തുകാരനായ ഒരു ദൈവദാസൻ, ആരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാണിച്ചു തരാം. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ പിതാവ് യഹോവയാണ് എന്ന് പറയുന്നത് വലിയൊരു ദൈവദൂഷണമാണ്. യേശുക്രിസ്തുവിൻ്റെ പിതാവ് യഹോവയാണ് എന്ന് ഒരു വചനം ആർക്കെങ്കിലും കാണിച്ചു തരാമോ? നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന നമുക്ക് നേരിട്ടൊന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് ചർച്ചയിലേക്ക് ഇറങ്ങാം. പഴയ നിയമത്തിലെ യഹോവയെക്കുറിച്ച് നമ്മൾ അത് സർവശക്തനായ ദൈവം, അതായത് പിതാവായ ദൈവം ആണ് എന്ന് പറയുമ്പോൾ അതൊരു ദൈവദൂഷണമാകും എന്നാണ് എൻ്റെ അഭിപ്രായം. യേശുവിൻ്റെ പിതാവ് യഹോവയാണ് എന്ന് ചിലർ പറയുന്നു, ചിലർ സ്ഥാപിക്കുന്നു. യേശുവിൻ്റെ പിതാവ് യഹോവയാണ് എന്നൊരു വാക്യം വേദപുസ്തകത്തിലില്ല. അത് മനസ്സിലായല്ലോ ആരാണെന്ന്. യുപിയിൽ നിന്നും ഗോസ്പൽ TV എന്നൊരു ചാനലിലൂടെ വചനം പഠിക്കുവാൻ താല്പര്യമുള്ള അനേകർക്ക് ചിന്തിക്കുവാനും ഗ്രഹിക്കുവാനുമുള്ള അനേക ആശയങ്ങൾ, സംവാദങ്ങൾക്ക് വേദിയൊരുക്കി ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ദൈവദാസനാണ് ഡോക്ടർ സാജു തോമസ്. അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. ആദ്യമായി അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറയട്ടെ. ക്രൈസ്തവരുടെ ഇടയിൽ അദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. കാരണം എന്നോട് വിളിച്ചു പറഞ്ഞത് എങ്ങനെയാണ്, കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി ശവക്കോട്ടയെക്കുറിച്ചൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അത് അദ്ദേഹം യൂട്യൂബിലും ഫേസ്ബുക്കിലും അതിട്ടു. ഞങ്ങൾക്ക് ധാരാളം പൂമാലകളും കല്ലേറും തന്ന ഒരു കാര്യമായിരുന്നു ആ വീഡിയോ. അനേക ദേവദാസന്മാർ ഞങ്ങളോട് പറഞ്ഞത് ചിലപ്പോൾ ഇതല്പം വൈകിപ്പോയിരുന്നു, അല്പം നേരത്തെ നടത്തേണ്ടതായിരുന്നു പറഞ്ഞു. എന്നാൽ സമൂഹത്തിൽ എല്ലാറ്റിനും രണ്ട് രീതിയിലും പ്രതികരിക്കുന്ന ആളുകളുണ്ടല്ലോ. സാജു തോമസ് എന്ന് പറയുന്ന ആ ദൈവദാസൻ ക്രൈസ്തവ ലോകത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില പണ്ഡിതന്മാരെന്ന് പറയുന്നവരെ, ഒരു പക്ഷേ പണ്ഡിതന്മാരായിരിക്കാം, ഞാനത് അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല, അവർക്ക് കളമൊരുക്കി കൊടുക്കുന്നത് ദോഷമല്ലേ എന്ന് ചോദിച്ച് എന്നോട് പലരും വിളിച്ചു ചോദിച്ചു. എന്നാൽ ഞാൻ പറയാം, ഒരർത്ഥത്തിൽ ഡോക്ടർ സാജു തോമസ് ചെയ്യുന്ന ആ ഒരു കാര്യം വലുത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള പഠിപ്പിക്കലുകൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. വേദപണ്ഡിതന്മാരെന്ന് പറയുന്ന സഭാ നേതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ആടുകൾക്ക് നേരാം വണ്ണം വെള്ളവും പുല്ലും കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകെ പോകും കേട്ടോ എന്നൊരു സൂചനയും സാജു തോമസ് എന്ന് പറയുന്ന ദൈവദാസൻ സമൂഹത്തിന് ഇട്ടുകൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യമല്ലേ? മാത്രമല്ല, ഇത്തരത്തിലുള്ള ചിന്തകൾ ഉരുത്തിരിഞ്ഞ് വരുമ്പോൾ അതിനെ നമ്മൾ നിരീക്ഷണ പഠന വിധേയമാക്കി വചനത്തിലൂടെ അതിനെ ഖണ്ഡിച്ച് സത്യവചനം എന്താണെന്ന് നമ്മുടെ ജനത്തെ പഠിപ്പിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണെന്നുള്ളൊരു ബോധം ഡോക്ടർ സാജു തോമസ് ഇവിടുത്തെ സഭാ നേതാക്കന്മാർക്ക് കുത്തിവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. മറിച്ച് അതിൻ്റെ പിറകെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് അങ്ങനെയൊക്കെ, ഞാൻ ആളെ ഇതെടുത്ത് പറയുന്നില്ല, അവരൊക്കെ കയറി നിന്ന് ബൈബിൾ അതിനെ കൊള്ളാവുള്ളൂ ഇതിനെ കൊള്ളാവുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുടെ വചനം കേട്ടിട്ട് പുറകെ പോകുന്നവർക്ക് വേരില്ലാത്തവരാണ്. അവർക്ക് വേര് വേണം. ഞാൻ ഓർത്തുപോയി, ദാവീദിൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളും വെല്ലുവിളികളും വന്നിട്ട് പിടിച്ചു നിന്നതിൻ്റെ കാരണം എന്നറിയാമോ? വെളിപ്പാട് പുസ്തകത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദാവീദിൻ്റെ വേരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാവീദിൻ്റെ വേര്, മരം എത്ര വലുതാണെങ്കിലും വേര് ആഴങ്ങളിലേക്ക് ഇറങ്ങിയില്ലെങ്കിൽ അത് പിളർന്ന് വീഴും. അപ്പോൾ നമുക്ക് ഈ സത്യവചനത്തിൻ്റെ വേരിൽ ഊന്നി നിൽക്കാത്തവരാണ് ഈ അതൊക്കെ കേട്ടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പോകുന്നത്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഡോക്ടർ സാജു തോമസ് ഇത്തരത്തിലുള്ള വേദികൾ എന്തിനൊരുക്കി കൊടുക്കുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഒരർത്ഥത്തിൽ നല്ല കാര്യം തന്നെ. ഇത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണേ.
ഈ വണ്ടിയുടെ ഈ ബസ്സിൻ്റെ ഫ്രണ്ടിലെ ഡോർ തുറക്കുന്നിടത്ത് പോക്കറ്റടി സൂക്ഷിക്കാതെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. അതായത് കള്ളന്മാരോട് പറയുക പോക്കറ്റടി സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് വേണം പോക്കറ്റ് അടിക്കാൻ, ആരും കാണരുത് എന്ന് വേണമെങ്കിൽ കള്ളന്മാരോട് പറഞ്ഞത് വ്യാഖ്യാനിക്കാം. പക്ഷേ സത്യസന്ധമായി പറഞ്ഞത് അവരോടല്ല, പറഞ്ഞത് യാത്രക്കാരോടാണ്. പോക്കറ്റടിക്കാരുണ്ട്, നിൻ്റെ പേഴ്സും പണവും മൊബൈലും ഒക്കെ സൂക്ഷിച്ചോണമെന്നാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ ഡോക്ടർ സാജു തോമസ് ചെയ്തു വരുന്ന കാര്യത്തെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഇത്തരത്തിലുള്ള പഠിപ്പിക്കലുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോണം, നിങ്ങളുടെ ആടുകളെ നിങ്ങൾ സൂക്ഷിച്ചോണം. ഓക്കെ, ഇതാണ് ഡോക്ടർ സാജു തോമസ് എന്ന ദൈവദാസൻ തൻ്റെ ഗോസ്പൽ TV എന്ന ചാനലിലൂടെ സംവാദങ്ങൾക്ക് വേദി ഒരുക്കി കൊടുക്കുന്നതിൻ്റെ കാരണം. പിന്നെ ഒരു വാക്കുകൂടി പറയട്ടെ, ഞാനിടുന്ന ചിന്തകൾ വേറിട്ട ചിന്തകൾ എന്നാണല്ലോ എൻ്റെ പഠന സംരംഭത്തിന് ഏറ്റിരിക്കുന്ന പേര്. അപ്പോൾ ഇതൊരു പക്ഷേങ്കിൽ ഇതുവരെ നമ്മളൊക്കെ ധരിച്ചിരുന്നതും പഠിച്ചിരുന്നതും പഠിപ്പിക്കുന്നതുമായ വിഷയത്തിന് വിരോധമായ ചില ആശയങ്ങൾ വരുമ്പോൾ ചിലരൊക്കെ പെട്ടെന്ന് വികാരം കൊണ്ടിട്ട് പച്ചത്തെറി എഴുതി വിടാൻ പറ്റില്ലാത്തത് കൊണ്ട് അവരെ ആശാനെ, ചേട്ടാ എന്നൊക്കെ വിളിച്ച് ഒരു പരിഹാസത്തിൻ്റെ വാക്കുകൾ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ഇങ്ങനെയൊക്കെ വിളിച്ച് പരിഹസിക്കുന്നവരെ നമ്മൾ തമ്മിൽ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, പിന്നെ ആശയത്തിൻ്റെ വിഷയമല്ലുള്ളൂ. ഇത് ഈ സാജു തോമസ് എന്ന് പറയുന്ന ദേവദാസൻ നിങ്ങൾക്കൊരു മാതൃകയാണ്. ഞങ്ങൾ തോളത്ത് കൈയിട്ടിരുന്ന് വീഡിയോ എടുത്ത ആളാണ്. നാളെയും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പോരാളികൾ എന്ന് പറയുന്ന ചാനലിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കാനുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഒന്നിച്ച് നിന്നതാണ്, ഇനിയും ഒന്നിച്ചിരിക്കാനുള്ളതാണ്. പക്ഷേ സാജു തോമസ് സാറെ ആശയം കൊണ്ട് നമ്മൾ യുദ്ധം നടത്താൻ പോവുക, ആശയം കൊണ്ട്. ഇത് കഴിയുമ്പോൾ സാജു തോമസ് സാറിന് എന്നോടുള്ള സ്നേഹം കൂടും തീർച്ചയായിട്ടും. അദ്ദേഹം എന്നെ കണ്ണിച്ചാൽ അദ്ദേഹത്തോട് ഇതുവരെ എനിക്കുള്ള സ്നേഹം ഒരു പടി കൂടെ കൂടും. എപ്പോഴെന്നറിയോ, എന്നെ പുകഴ്ത്തി പറയുമ്പോഴല്ല, എൻ്റെ ആശയത്തെ വചനത്തിലൂടെ ഖണ്ഡിക്കുമ്പോൾ സാജു തോമസ് സാർ ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒന്നും കൂടി എന്നോട് ചേർന്ന് വരും, എൻ്റെ ഹൃദയത്തോട് ചേർന്ന് വരും. ഇതാണ് നല്ല മനസ്സിൻ്റെ ഉടമ. സാജു തോമസ് സാറിനെ കണ്ടുപിടിച്ചു. ഇനി ഞങ്ങൾ അതിൻ്റെ വിഷയത്തിൽ കിടക്കാൻ പോവുക. ഇദ്ദേഹത്തിൻ്റെ ഒരു വാദഗതി, യേശുവിൻ്റെ പിതാവ് യഹോവയാണ് എന്ന് ബൈബിളിൽ ഉണ്ടോ? വിശുദ്ധ വേദപുസ്തകത്തിൽ യേശു ഏറ്റവും കൂടുതൽ വിളിച്ചിരിക്കുന്നത് പിതാവേ എന്നാണ്. അതായത് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ മുതൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള വിളി തുടങ്ങി. അവിടെ നിന്ന് എന്നെ അയച്ച എൻ്റെ പിതാവ്. ചില വാക്യങ്ങൾ ശ്രദ്ധിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 23-ാം വചനത്തിൽ പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ആരെ? അവനെ അയച്ച പിതാവിനെ. അപ്പോൾ യേശുവിനെ അയച്ച ഒരാളുണ്ട്. ആ ആളെ ഇവിടെ പിതാവ് എന്നാണ് യേശു വിളിക്കുന്നത്. ഈ ഒരു വാക്യം മാത്രമേ ഉള്ളൂ? അല്ല. 5:30 വരുമ്പോൾ പറയാണ്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അയച്ചവൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നത് ഐ സീക്ക് നോട്ട് മൈൻ ഓൺ വിൽ ബട്ട് ദ ഫാദർ വിച്ച് ഹാത്ത് സെൻഡ് മീ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ പറയുമ്പോഴല്ല, എന്നെ അയച്ച എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ അവിടെയും തന്നെ അയച്ചത് ഒരു പിതാവാണെന്ന് താൻ പറയുന്നുണ്ട്. ഒരു വാക്യം ഇവിടെ നമുക്ക് നോക്കാം. അതിൻ്റെ വാക്യം 36. പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കുന്നു. ആര്? പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ധാരാളം വാക്കുകളുണ്ട്, നമുക്കറിയാം. ഒത്തിരി പറയണത് എന്തിനാ? 2-3 പേരുടെ വായ്മൊഴിയാൽ ഏത് കാര്യം ഉറപ്പാവുമെന്നുള്ള പറയുന്നത്. ശരി. അപ്പോൾ യേശു ഇവിടെ തന്നെ അയച്ച വ്യക്തിയെ പിതാവ് എന്നാണ് അതിസംബോധന ചെയ്തിരിക്കുന്നത്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പിതാവ് എന്നുള്ള പദപ്രയോഗം കൊണ്ട് മാറ്റി വായിക്കാം. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കാകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇതുവരെ
നമ്മൾ വായിച്ചതിലെല്ലാം തന്നെ അയച്ച ആളെ പിതാവെന്ന് വിളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ പറയുന്നു അയച്ച ആൾക്ക് ദൈവമെന്നുള്ള ഒരു നാമകരണം കൂടി വെളിപ്പെടുത്തുന്നു. അപ്പോൾ വ്യക്തമായി പിതാവ് തന്നെയാണ് ദൈവം. ഉറപ്പായല്ലോ, രണ്ടുപേരൂടെ അയച്ചിട്ടില്ലല്ലോ. അയച്ച പിതാവ് വേറെ, അയച്ച ദൈവം വേറെ എന്നങ്ങനൊരു പഠനത്തിനുള്ള സാധ്യതയുണ്ടോ? ഇല്ല. വേറെ ഭാഗത്ത് പറയുന്നുണ്ട്, എന്നെ അയച്ച എൻ്റെ പിതാവ്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ, അതായത് ദൈവം അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള എന്ന് പറഞ്ഞിട്ട് അവൻ അയച്ച, അതായത് അയച്ച ദൈവം. അപ്പോഴും അവിടെ അയച്ചത് ആരാ? ദൈവം. ഇതിനു മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് ആരാ? പിതാവ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇവിടെ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പദവി ഇപ്പോൾ ദൈവമെന്നുള്ളതായ ഒരു പദവിയോട് ചേർത്താണ് പറയുന്നത്. വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. അയച്ചയാൾ പിതാവാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ് അയച്ചത് ദൈവമാണെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം പിതാവ് തന്നെയാണ് ദൈവം, ദൈവം തന്നെയാണ് പിതാവ്. വളരെ വ്യക്തമായത്. അപ്പോൾ നമുക്കറിയേണ്ടത്, ഇപ്പോൾ യേശുവിനെ അയച്ച ആളെ രണ്ട് നാമത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ പേരെന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. അതിന് യെശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്ക് നമുക്കൊന്ന് വായിക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പിൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ചേർത്ത് പറയട്ടെ, മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷ് പറയുന്നത് നൗ ദ ലോർഡ് ഗോഡ് ആൻഡ് ഹിസ് സ്പിരിറ്റ് ഹാത്ത് സെൻഡ് മീ. അപ്പോൾ യഹോവയായ കർത്താവും തൻ്റെ ആത്മാവും എന്നെ അയച്ചിരിക്കുന്നു. ഇത് വന്നസ്സുകാരുമായിട്ടുള്ളതായ ഒരു സംവാദത്തിൽ അവരെനിക്ക് മറുപടി തന്നു, ഇത് കോരേശ് രാജാവിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അതിൻ്റെ വ്യക്തമായ മറുപടി യെശയ്യാ പ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ എടുത്ത് ഓരോ സെൻറ്റൻസുകളും വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് വേറിട്ട ചിന്തയുടെ 80-ാമത്തെ എപ്പിസോഡിൽ കിടപ്പുണ്ട്. അത് കോരേശാണെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സൃഷ്ടാവ് കോരേശ് രാജാവാണോ എന്ന് ചോദിച്ചപ്പോൾ തൽക്കാലം പാട്ടുപെട്ടി മടക്കിക്കൊണ്ടുപോയി. ഞാൻ അതേ ശൈലി തന്നെ ഉപയോഗിക്കുക, തൽക്കാലം പാട്ടുപെട്ടി മടക്കിക്കൊണ്ടുപോയി. ഡേവിഡ് അടിമാലിക്കെതിരെ തുടർമാനമായി വീഡിയോ ചെയ്യണമോ എന്ന് ഞങ്ങൾ ആലോചനയാണെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ മിണ്ടുന്നില്ല. കാരണം അവർ മിണ്ടാത്ത സ്ഥിതിക്ക് ഇനി ഞാൻ കുത്തിയിളക്കുന്നത് ശരിയല്ല. അവർ മിണ്ടാതെ പോയപ്പോൾ ഞാനും മൗനമായിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഞാനോട് പറഞ്ഞത് ആ വീഡിയോ ഞാൻ ഉണ്ടാക്കുവാനുള്ള നിമിത്തം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അവരെ കുത്തിയിളക്കുന്നില്ല. അവരടങ്ങിയിട്ടുണ്ട്, ഇനി നമ്മൾ അവരെ കുത്തിയിളക്കുന്നില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതുവരെ ആദ്യം നമ്മൾ കേട്ടത് യേശുവിനെ അയച്ചത് എൻ്റെ പിതാവ്. അതൊരു വ്യക്തിയുടെ പേരല്ല, അത് സ്ഥാനപ്പേരാണ്. അടുത്തത് ആ പിതാവ് ആരാണെന്ന് തൻ്റെ അധികാരം പറയുകയാണ്, താൻ ദൈവമാണ്. ഇനി അവർക്കൊരു പേരുണ്ടാകണം. അത് യെശയ്യാ പ്രവചനത്തിൽ എൻ്റെ ഇടയ്ക്കെന്ന് പറയട്ടെ, മിസ്രൈമിലേക്ക് മോശ പോകാൻ സമയത്ത് നിൻ്റെ പേരെന്താണെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ മതി. അത് പേരല്ല. ഫറവോൻ്റെ മുമ്പിൽ അങ്ങനെ പറഞ്ഞതിൻ്റെ പിന്നിൽ വലിയ ഒരു ആത്മീയ രഹസ്യമുണ്ട്. അതെന്താണെന്ന് ഈ കൂട്ടത്തിൽ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ ഒറ്റ വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് വലിയൊരു പഠന വിഷയമാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കയറുന്നില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, ഇസ്രായേൽ ജനം അവിടുന്ന് പുറപ്പെട്ട് പോന്നതിന് ശേഷം പിന്നീട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവമെന്ന് പറഞ്ഞും യഹോവയെന്നും അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞിട്ട് പിന്നെ സൈന്യങ്ങളുടെ യഹോവയായെന്നൊക്കെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേട്ടവർക്ക് അത് അറിയാൻ വേണ്ടി ഞാൻ ഇനി ആവർത്തിച്ച് പറയുന്നില്ല എപ്പോഴാണ് സൈന്യങ്ങളുടെ യഹോവയായി മാറിയത്. എന്നാൽ യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിന് 5-ാം വചനത്തിൽ പറയുമ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ്, നിൻ്റെ സൃഷ്ടാവാകുന്നു നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിലും അത് തന്നെ പറയുന്നുണ്ട്.
മോശയോട് പറയുക, ഞാൻ അബ്രഹാമിന് സർവശക്തനായ ദൈവം എന്നുള്ള പേരിൽ വെളിപ്പെട്ടിട്ടുണ്ട്, പക്ഷേ യഹോവ എന്നുള്ള പേരിൽ ഞാൻ വെളിപ്പെട്ടിട്ടില്ല. ആര്? ദൈവം. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക യേശു ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പിതാവ് ദൈവമാണെന്ന് നമ്മൾ വാക്യങ്ങളിലൂടെ കണ്ടെത്തി. ആ ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണെന്ന് മോശയോടും പറയുന്നു, ഇസ്രായേൽ ജനത്തോടും പറയുന്നു. മനസ്സിലായല്ലോ? ആ യഹോവയാണ് യേശുവിനെ അയച്ചതെന്ന് പ്രാവചനികമായി യെശയ്യാ പ്രവാചകൻ തന്നെ 48-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വരുന്നു. ഇനി ചേർത്ത് വെച്ച് ഒന്നുകൂടെ പറയാം. യെശയ്യാ പ്രവാചകൻ ആത്മാവിൽ വിളിച്ചു പറയുമ്പോൾ തന്നെ അയച്ചവന്, യേശുവിനെ അയച്ചത് യഹോവയാണെന്ന് വളരെ വ്യക്തമായി പറയുന്നു. ആ യഹോവ ദൈവമാണെന്ന് മോശയോടും ഇസ്രായേൽ ജനത്തോടും പറഞ്ഞതിൽ നിന്ന് വ്യക്തമായി. മനസ്സിലായല്ലോ? ആ ദൈവത്തെയാണ് താൻ പിതാവെന്ന് വിളിച്ചതെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് 3 വാക്യങ്ങൾ കൊണ്ട് തെളിയിച്ചു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി. എന്താണ്? യേശുവിനെ അയച്ച പിതാവ് തന്നെയാണ് യഹോവ. ഒറ്റ വാക്യം നമുക്ക് ഡയറക്റ്റ് കിട്ടത്തക്ക രീതിയിലല്ല വചനം എഴുതി വെച്ചിരിക്കുന്നത്. ഇത് എന്തിനാണ് വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് അവിടെ, ഒന്നിവിടെ. ഒന്ന് ഉൽപ്പത്തിയിലാണെങ്കിൽ ഒന്ന് പുറപ്പാടില്ല, ഒന്ന് പുറപ്പാടിലാണെങ്കിൽ പിന്നെ ഒന്ന് വെളിപ്പാടില്ല. അങ്ങനെ പുറപ്പാടും വെളിപ്പാടും എല്ലാ പാടും കൂടെ ചേർത്ത് പഠിക്കാമെന്ന് വെച്ചിട്ട് കഷ്ടപ്പാടാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നിധി കണ്ടുപിടുത്തം എന്ന് പറഞ്ഞൊരു മത്സരം ഉണ്ടല്ലോ, അറിയാമല്ലോ, നമുക്കറിയാമല്ലോ. അത് പങ്കെടുത്തവർക്കറിയാം. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ സാധനം ഇരിപ്പില്ല, അവിടെ നിന്ന് ഒരു കുറിപ്പാണ് കിട്ടുന്നത്, അത് ഇന്ന സ്ഥലത്തായിരിക്കുന്നത്. ഉടനെ ഓടിച്ചെന്ന് അവിടെ ചെന്നെടുത്തു. അവിടെ ചെന്ന് കഴിയുമ്പോഴും അവിടെ നിന്ന് ഒരു കുറിപ്പാണ് കിട്ടുന്നത്, ഇവിടെയല്ല വേറെ സ്ഥലത്തായിരിക്കുന്നത്. അതെടുത്ത് വായിച്ച്. അപ്പോൾ ക്ഷമയില്ലാത്തവന് ഇതിൻ്റെ അവസാനത്തിൽ എത്തിച്ചേരില്ല, നിധി കിട്ടത്തില്ല. അപ്പോൾ ക്ഷമയോടുകൂടി ഓടി നടന്നാൽ ഇതിൻ്റെ നിധി കിട്ടും. ഇത് തന്നെയാണ്. എന്നിട്ട് കർത്താവ് പറയാണ്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയാൻ ഞാൻ നിങ്ങൾക്ക് വരം തന്നിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടില്ല. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, യേശു വിളിച്ച പിതാവാണ് ദൈവം, ആ ദൈവമാണ് യഹോവ, യഹോവയാണ് തന്നെ അയച്ചത്. ഇനിയിപ്പോൾ വ്യക്തമായല്ലോ. ഇല്ല എന്ന് വരികിൽ എൻ്റെ ചില ചോദ്യം കൂടി നിങ്ങൾ കേട്ടിട്ടേ ഈ വീഡിയോ ക്ലോസ് ചെയ്യാവുള്ളൂ. താനിവിടെ പറയുന്നുണ്ട്, യഹോവ തന്നെയാണ് യേശു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത് ഡോക്ടർ സാജു തോമസ് എന്ന് പറയുന്ന ദൈവദാസൻ്റെ മാത്രം ഒരു ധാരണയോ പഠനമോ വിശ്വാസമല്ല. പെന്തക്കോസ്ത് ലോകത്തിലെ 99.5% എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം ഞാൻ അനേകരോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അവരെല്ലാം പറയുന്ന ഇതാണ്. അവരല്ലെങ്കിൽ പറയുന്നത് 2 ദൈവമില്ലെന്ന് ചോദിക്കുന്നേ. 2 ദൈവമില്ലേ? നമ്മുടെ പഠനത്തിന് നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. പക്ഷേ വചനത്തിൻ്റെ വെളിപ്പാടിൽ വരുമ്പോൾ 2 ദൈവമാണോ ഇല്ലയോ എന്നുള്ളത് സമർത്ഥിക്കാൻ നമുക്ക് കഴിയുമല്ലോ. ശരി, ഇനി യേശു അല്ല യഹോവ, യഹോവയല്ല യേശു, 2 വ്യക്തിത്വങ്ങളാണ്, 2 ആളത്വങ്ങളാണെന്ന് പഠിപ്പിച്ചാൽ 2 ദൈവമില്ലേ എന്നുള്ളൊരു ചോദ്യത്തിന്, ഒരൊറ്റ ചോദ്യത്തിന് മറുപടി കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും ഈ ധാരണയിലേക്ക് കയറുന്നത്. ഏത്? യഹോവ തന്നെയാണ് യേശു എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 2 അല്ല 20 ചോദ്യമെങ്കിലും ഞാൻ ഇട്ട് തരാം. പക്ഷേ 20 ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നില്ല. എൻ്റെ ഓരോ എപ്പിസോഡുകളും യേശുനാമക്കാരുള്ള ബന്ധത്തിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ള ഓരോ എപ്പിസോഡുകളിലും അത് കിടപ്പുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ടത് ഞാനൊന്ന് അവതരിപ്പിക്കുക. യഹോവ തന്നെ ആണ് യേശു എങ്കിൽ, ചോദ്യം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എത്ര പേരുണ്ടെന്ന് പറയുന്നില്ല, അത് എത്രയെങ്കിലും ആകട്ടെ. അപ്പോൾ എൻ്റെ ചോദ്യം, ഇത് ആരോട് പറഞ്ഞു? നാം എന്ന് പറഞ്ഞത്. ചിലരൊക്കെ പറയുന്നത് ദൂതന്മാരെയാണ് വിളിച്ചതെന്ന്. ദൂതന്മാരെയാണ് വിളിച്ച് കൂട്ടത്തിൽ ചേർത്ത് സൃഷ്ടിച്ചതെങ്കിൽ ഇപ്പോൾ ആരൊക്കെ ചേർന്ന്? യഹോവയും ദൂതന്മാരും ചേർന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ മഹത്വം ആർക്കും കൊടുക്കരുതെന്ന് യെശയ്യാപ്രവചനം പറയുമ്പോൾ സൃഷ്ടികർത്താവ് എന്നുള്ള മഹത്വം മാത്രം ഷെയർ ചെയ്തു പോയി. ആരുമായിട്ട്? ദൂതന്മാരുമായിട്ട്. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലരൊക്കെ പറയുന്നത് സംഭോജിത ബഹുവചനമാണ്. രാജാക്കന്മാരൊക്കെ പറഞ്ഞു നാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ മനുഷ്യനൊന്നുമില്ലാതിരിക്കെ യഹോവ ഇത് ആരുടെ അടുക്കലായി സംഭൂചിതമായിരിക്കുന്ന സ്വയം പ്രഖ്യാപന പദപ്രയോഗം നടത്തുന്നത്? കുറഞ്ഞ പക്ഷം ഇത് നടത്താൻ നല്ലൊരു അവസരം കിട്ടി. എവിടെയാ? മോശ ചോദിച്ചു, ഞാൻ എന്താ അവിടെ പറയേണ്ടത് പേര്? നാം ആകുന്നവൻ നാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ പറഞ്ഞത്? അവിടെ ഞാനെന്നല്ലേ പറഞ്ഞത്? അവിടെ എല്ലാവരും ശരിക്കും സംഭൂചിത ബഹുവചനം ഇറക്കേണ്ടത്. അവിടെ അത് ഇറക്കിയില്ലല്ലോ, ഇല്ല. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി, ഇവിടെ ദൂതന്മാരുമല്ല സംഭൂചിത ബഹുവചനവുമല്ല, പിന്നെ ആരായിരിക്കും? മാത്രമല്ല അതിൻ്റെ 3-ാം അധ്യായം 22-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്,
ഇവർ നമ്മിൽ ഒരുവനെ പോലെ ആയിത്തീരാതിരിക്കേണ്ടതിന്, നമ്മിൽ ഒരുവനെ പോലെ എന്ന് പറയുമ്പോൾ ഒരാളല്ലല്ലോ ഉള്ളത്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പം നമ്മിൽ ഒരുവനെ പോലെ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നിന്നെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ എന്നല്ല, നമ്മിൽ, ശ്രദ്ധിക്കുക, നമ്മിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ പദവിയിലും ഒരേ രൂപത്തിലും ഒരേ അധികാരത്തിലും ഇരുന്നെങ്കിലല്ലേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. മനസ്സിലാക്കാമെന്ന് കരുതുന്നോ? നമ്മിൽ ഒരുവനെ പോലെ എന്ന് പറയണമെങ്കിൽ ആരൊക്കെയാണോ നമ്മളെന്ന് പറയുന്നത് അവർക്കെല്ലാം തുല്യമായ സ്ഥാന അധികാര പദവികൾ വേണ്ടേ? ഇല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അടുത്തത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന്, എന്തിന്? ഭാഷ കലക്കാൻ. ഇത് ആര് ആഹ്വാനം ചെയ്തു? ആരെ ആഹ്വാനം ചെയ്തു? ദൂതന്മാരെയോ? ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് ദൂതന്മാരെ കൂട്ടുപിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ദൂതന്മാരല്ല. അങ്ങനെയാണെങ്കിൽ ഭാഷ കലക്കാൻ വേണ്ടി ദൂതന്മാരെ വിളിച്ചൊന്ന് കൂട്ടിക്കോ. പക്ഷേ മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൂതനെ കൂട്ടിയാൽ യഹോവയും ഞങ്ങളും ചേർന്ന് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് ദൂതൻ പറയല്ലേ? അപ്പോൾ അതിനുള്ള അവസരം കൊടുക്കത്തില്ല. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ 3 പദപ്രയോഗങ്ങൾ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? അവിടെ ഒന്നിൽ കൂടുതൽ ആളത്വങ്ങൾ ഉണ്ടായിരിക്കണം. അടുത്തത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനത്തിൽ പറയുന്നത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വസിക്കും. ആര്? ഞങ്ങൾ ആരൊക്കെ? മുൻപ് പറയുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്നവൻ അവനെ പിതാവ് സ്നേഹിക്കുന്നു. എന്നിട്ട് പറയാണ്, ഞങ്ങൾ വന്ന്, ആരൊക്കെ? ഞാനും പിതാവും വന്നു. ഞാൻ ചോദിക്കട്ടെ, യഹോവ തന്നെയാണ് യേശു ആയി വന്നതെങ്കിൽ ഒരൊറ്റ ചോദ്യം, ഇത് മറിയയിലൂടെ ജന്മം കണ്ടപ്പോഴാണ് യഹോവ യേശുവായിട്ട് വന്നത് ആണോ? ആണ് എങ്കിൽ ഇനി ഒന്നായി മാറുമോ? ഇവരൊന്നായി മാറുമോ? സ്വർഗത്തിൽ നിത്യതയിൽ ഒന്നായി മാറുമോ? അത് രണ്ടായിരിക്കുമോ? എൻ്റെ ചോദ്യം അതാണ്. ചില കുഴപ്പിക്കുന്ന കുറേ ആശയങ്ങൾ അതിൻ്റെ പിന്നിൽ വരുമേ, കുറേ ചോദ്യങ്ങൾ വരും. നമ്മളൊരു കാര്യം പ്രസ്താവിക്കുമ്പോൾ എളുപ്പമുണ്ട്, ആ പ്രസ്താവനയ്ക്ക് പിൻബലമുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ആശയക്കുഴപ്പത്തിലെത്തുന്നത്. പുറകെ വരുന്നുണ്ട് ചോദ്യങ്ങൾ. സങ്കീർത്തനം 45:6 പറയുമ്പോൾ, ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. ഇതാര് പറയുന്നു? ആരോട് പറയുന്നു? ദൈവമേ നിന്റെ സിംഹാസനം. ഒരു പക്ഷേങ്കിൽ ആ സങ്കീർത്തനം എഴുതിയ കോരഹപുത്രന്മാരിൽ ആരെങ്കിലും കൂട്ടിക്കുമോ? അങ്ങനെ ബാധിച്ചാൽ അതാണോ ഇല്ലയോ എന്നറിയാൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് വരിക. അവിടെ പിതാവായ ദൈവം ചെയ്തു വരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ദൂതന്മാരെ അങ്ങനെ ആക്കിയിട്ടുണ്ടോ എന്നെല്ലാം പറഞ്ഞു. നിങ്ങളടുത്ത് വായിച്ചു നോക്കണം. പറഞ്ഞു വന്നിട്ട് പറയുകയാണ്, ആ പിതാവ് പുത്രനോടോ, ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളത്. ഇവിടെ 2 ആശയങ്ങളാണ് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നത്. ഒന്ന്, ദൈവം പുത്രനെ ദൈവമേ എന്ന് വിളിച്ചു. നമ്മൾ പറയും, വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം എന്ന് ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ടല്ലോ. അഹ്റോൻ ദൈവമായിരുന്നു, മോശ ദൈവമായിരുന്നു. ഇത് ദൈവം വിളിച്ചു അവരെ, മനുഷ്യരല്ലേ വിളിച്ചത്. പിതാവാൻ ദൈവം ഒരുവനെ ദൈവമേ എന്ന് വിളിക്കണമെങ്കിൽ അവൻ ആരായിരിക്കണം? എന്നിട്ട് പറയാം, നിന്റെ സിംഹാസനം. ചിലരൊക്കെ പറയും പോലെ നിത്യതയിലും യഹോവ തന്നെയാണ് യേശുവായിട്ട്, യേശു തന്നെയാണ് യഹോവ എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ എൻ്റെ ചോദ്യം, അവിടെ എന്തിനാ 2 സിംഹാസനം? ഇവിടെ പുത്രൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ പുത്രൻ്റെ സിംഹാസനം തന്നെയാണ് പിതാവിൻ്റെ സിംഹാസനം എന്ന് വാദിക്കാൻ പോയാൽ മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കും. മത്തായി 19:28. മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ തൻ്റെ സിംഹാസനത്തിലിരിക്കും. ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ന്യായാസനങ്ങളെ കണ്ടു, അവിടെ സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. അതാരാകാനാണ് സാധ്യത? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, പിതാവ് ആരെ ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അപ്പം ന്യായം വിധിക്കുന്നത് ആരാ? പിതാവല്ല, പിന്നെ ആരാ? പുത്രനാ. ആ പുത്രനാണ് തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതെന്ന് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു.
അത് ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ന്യായാസനത്തിൽ ഒരുവനിരിക്കുന്നു. ആരാണ് ന്യായം വിധിക്കുന്നവൻ? അവൻ പിതാവല്ല എന്ന് യോഹന്നാൻ 5:22 വളരെ വ്യക്തമാണത്, പിതാവല്ലെന്ന്. എന്നാൽ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. സിംഹാസനത്തിലെ 4 ജീവികളുടെയും നടുവിലായി അറക്കപ്പെട്ട കുഞ്ഞാട് നിൽക്കുന്നു. ഒരാളിരിക്കുന്നു, ഒരാൾ നിൽക്കുന്നു. ദൈവത്തിൻ്റെ പ്രതിച്ഛായയാണ് യേശു എന്നൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താ പ്രതിച്ഛായ എന്ന് അറിയാത്തത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. ഇല്ലെങ്കിൽ എൻ്റെ ചോദ്യത്തിന് മറുപടി തരണം. അപ്പം ഞാനിരിക്കുവാണെങ്കിൽ എൻ്റെ പ്രതിച്ഛായ ഇരിക്കും, ഞാൻ എഴുന്നേൽക്കുവാണെങ്കിൽ എൻ്റെ പ്രതിച്ഛായ എഴുന്നേൽക്കും, ഞാൻ തലയാട്ടുമ്പോൾ എൻ്റെ പ്രതിച്ഛായ തലയാട്ടും, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ പൊരുളായിരിക്കുന്ന പിതാവ് ഇരിക്കുമ്പോൾ അതിൻ്റെ നിഴലായ അല്ലെങ്കിൽ അതിൻ്റെ പ്രതിച്ഛായയായ അവനും ഇരിക്കണം. അതാണ് ശരി. പക്ഷെ നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? തെറ്റിയില്ലേ? തെറ്റി. ഇവിടെയാണ് നമ്മുടെ SVG മിനിസ്ട്രിക്കാർ ഇന്നിപ്പോൾ മറുപടി തരാൻ കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച്, ഞങ്ങളെ ചുമ്മാ തമ്മിലടിപ്പിക്കല്ലേ എന്ന് എന്നെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. തമ്മിലടി തുടങ്ങി. എന്നറിയാമോ? വേറിട്ട് ചിന്തയിലൂടെ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വന്നപ്പോൾ സഭയിൽ തമ്മിലടി തുടങ്ങി. എന്നെ വിളിച്ച് അടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, കട്ടൻ തെറി പറഞ്ഞിരുന്ന് മാത്രമേ ഉള്ളൂ. ഫോണിലൂടെ ഭയങ്കര നിങ്ങൾ ഞാൻ കുത്തികളൊക്കെ ഞങ്ങളുടെ സഭയെ ഭിന്നിപ്പിക്കുകയാണ്, മാടയാണ് വടയാണ്. എൻ്റെ പൊന്നു സ്നേഹിത, ഇത് ഭിന്നിപ്പിക്കുന്നതെന്നുള്ളൂ, അതിനോട് പറഞ്ഞതേ ഉള്ളൂ. ഇത് തന്നെ കർത്താവും പറഞ്ഞേ. ഞാനുള്ള സത്യം പറയും, പക്ഷേ ചിത്രിപ്പ് നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളിലിരിക്കുന്ന ആശയം പൊളിയുമ്പോൾ ഇതവിടെ ഉണ്ടാകുന്നേ. അപ്പോൾ ഞാൻ പറഞ്ഞു വരട്ടെ. ഇവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ വന്നസ്സുകാർ പറഞ്ഞു അത് ദൈവമാണെന്ന്. നിങ്ങളോട് ആര് പറഞ്ഞു? എൻ്റെ പൊന്നെ, രക്ഷപ്പെടാൻ വേണ്ടിയേ. ഇതാണ്, ഒരബദ്ധം പറഞ്ഞു പോയാൽ പിന്നെ അത് നേരെയാക്കാൻ 100 അബദ്ധങ്ങൾ കൊണ്ട് പറഞ്ഞാലും ആകത്തില്ല. വന്നസ്സുകാർക്ക് അതാ പറ്റിയത്. പക്ഷെ എന്നോട് ചോദിച്ചു, സിംഹാസനത്തിലിരിക്കുന്ന ദൈവമാണ്, നിങ്ങളോട് ആരാ പറഞ്ഞത്? അപ്പോൾ അവിടെ ദൂതന്മാർ അവിടെ നിൽക്കുമ്പോൾ പിന്നെ ഇവിടെ കയറി ഈ സിംഹാസനത്തിൽ കയറിയിരിക്കാൻ പിന്നെ വേറെ ആരാ ഉള്ളത്? നിങ്ങൾ വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ച് നോക്ക്. അവിടെ ദൈവമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവരത് വായിച്ചിട്ടില്ല. അവർക്ക് അവരുടെ ഉപദേശം സ്ഥാപിക്കാനുള്ള വാക്യം മാത്രം കണ്ടുപിടിച്ചു. എന്നാൽ അതിന് നേരെ വരുന്ന ചോദ്യങ്ങൾ വന്ന് അതിനെ ഖണ്ഡിക്കാനുള്ള ഒരൊറ്റ വാക്യം അവർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ അവരോടല്ല ചോദിക്കുന്നത്, എൻ്റെ ശ്രോതാക്കളോടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അവരെ ഞാൻ കുത്തി കളക്കുന്നില്ല, അവരെ അതാ ചോദ്യം നിൽക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം വ്യക്തമായി. സിംഹാസനം ഒരുവൻ പുസ്തകമായിട്ടിരിക്കുന്നു, അവന് ശരീരമുണ്ട്, കയ്യിൽ പുസ്തകം. അറക്കപ്പെട്ട കുഞ്ഞാട് മാറി നിൽക്കുന്നു, അവനും ശരീരമുണ്ട്, കാലുണ്ട്, വന്ന് പുസ്തകം വാങ്ങുന്നു. ഇത് രണ്ടും ഒരാളാണെന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കാനാ? ഞാനും എൻ്റെ പിതാവ് ഒന്നാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ? ഇപ്പോൾ എൻ്റെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനും ഞാനും ഒന്നാകും. ഞങ്ങൾ ഒറ്റക്കെട്ടാകും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടും കൂടി ഒരാളാണെന്നാണോ? ആണോ? ഇനി ഭാര്യ ഭർത്താവിനുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ശരീരമായി തീരുമെന്ന്. ആദാമും ഹവ്വയും ഒരു ശരീരമായി തീർന്നു. ഒറ്റ ആളാണോ അവർ? ഭാര്യ ഭർത്താവും ഒറ്റ ആളാണോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി. പിതാവിനൊരു സിംഹാസനമുണ്ട്, പുത്രനൊരു സിംഹാസനമുണ്ട്. എന്നിട്ട് ആ പിതാവ് തന്നെ പറയാണ്, പുത്രനോട് പറയുക, ദൈവമേ നിന്റെ സിംഹാസനം. കാരണം ദൈവത്തിനെ ആ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ചിലർക്ക് പറയും പോലെ ദൈവത്തിൻ്റെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞാൽ മകനാണ് മനുഷ്യൻ്റെ മകൻ മനുഷ്യൻ, ദൈവത്തിൻ്റെ മകൻ ദൈവം. കൊള്ളാം, നല്ല കണ്ടുപിടുത്തം. അപ്പോൾ പിന്നെ എങ്ങനെ സമനായത് എങ്ങനെയാണ്? തുല്യനായത് തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ന് പറഞ്ഞാൽ യേശു ഇല്ലാത്ത സമത്വം എൻ്റെ വീഡിയോയിൽ ഞാൻ വേറെ വീഡിയോ ചോദിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ്. ഈ ദൈവത്തോടുള്ള സമത്വം ഇല്ലാതെ മുറുകെ പിടിക്കാൻ ആഗ്രഹിച്ചുവെങ്കിൽ ഇത് തന്നെയല്ലേ ലൂസിഫറും ചിന്തിച്ചത്. ഇല്ലാത്ത സമത്വം ഉണ്ടാക്കാൻ നോക്കി, ഞാൻ അത്യുന്നതനോട് സമനാകും, എന്ത് ചെയ്തു? വെട്ടി താഴെയിട്ട്. അപ്പോൾ ഇല്ലാത്ത സമത്വം ഉണ്ടാക്കാൻ ശ്രമിച്ച യേശുവിനെ എന്തുവാ വെട്ടി താഴെ ഇടാതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല. അത് ഞാൻ പറഞ്ഞു, ഒരബദ്ധം പറഞ്ഞു പോയാൽ പിന്നെ അതിനെ നേരെയാക്കാൻ 100 അബദ്ധങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയുന്നത്, യഹോവ തന്നെയാണ് യേശു എന്നുള്ള വാദഗതി ബഹുമാനപ്പെട്ട സാജു തോമസ് സാറിൻ്റെ മാത്രമല്ല നല്ലൊരു ശതമാനം ബന്ധുക്കോസുകാരും ഇത് തന്നെയാണ് പറയുന്നത്. ഇനി അവസാനം ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വചനത്തിൽ പറയുന്നു, ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും തനിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഒറ്റ ചോദ്യം, എങ്ങനെയാണ് ഒരാൾ ആ ആൾക്ക് തന്നെ കീഴ്പ്പെട്ടിരിക്കുന്നത്?
പുസ്തകം മേടിക്കൽ വേണേൽ നടക്കും. ഇപ്പോൾ ഞാൻ ഒരാളിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന പേന ഈ കൈ കൊണ്ട് മേടിച്ചു, സമ്മതിച്ചു. ഇനി ഞാൻ എനിക്കെങ്ങനെ കീഴടങ്ങിയിരിക്കുന്നേ, അതുകൊണ്ടൊന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ ഇവിടെ എനിക്കുള്ള ചോദ്യത്തിൻ്റെ ഒരു 20% ചോദ്യം ഞാനിവിടെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കി 80% എനിക്ക് കിടക്കുക ഉണ്ട്. ധാരാളം ചോദ്യങ്ങളുണ്ട്, ധാരാളം. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ യേശുവും യഹോവയും രണ്ടും രണ്ടാണ്. രണ്ടുപേരും ദൈവമാണെന്ന് പറയുമ്പോൾ രണ്ട് ദൈവങ്ങളില്ലേ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു തത്വചിന്തയിലേക്ക് എത്തിയെങ്കിൽ ഇവിടെ ഒറ്റ ചോദ്യമല്ല, 9 ചോദ്യമല്ല, 90 ചോദ്യമല്ല, അതിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും? അപ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ സ്ഥാപിക്കുന്ന ഉപദേശത്തിന് വചനത്തിൽ പിന്തുണ ഉണ്ടായിരിക്കണം. 2, നമ്മൾ സ്ഥാപിക്കുന്ന ഉപദേശത്തെ അടിസ്ഥാനരഹിതമാക്കുവാൻ ബൈബിളിൽ ചോദ്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളതല്ല. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ട് സാജി തോമസ് സാറ് പറഞ്ഞിരിക്കുന്ന ഈ ആശയത്തോട് വചനപ്രകാരം ഞാൻ യോജിക്കുന്നില്ല. യേശുവിനെ അയച്ച പിതാവ് യഹോവയാണെന്ന് നമ്മൾ സ്പഷ്ടമായി കണ്ടു. മാത്രമല്ല യഹോവയല്ല യേശു, യഹോവ വേറെ, യേശു വേറെ എന്ന് വളരെ വ്യക്തമായി കണ്ടു. ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ വേറിട്ട് ചിന്തയുടെ ഓരോ എപ്പിസോഡുകൾ കാണുക. വളരെ വ്യക്തമായി യേശുവാരെ, ക്രിസ്തുവാരെ, കർത്താവാരെ എല്ലാം ഒരാളെ തന്നെയാണ്. എപ്പോഴാണ് യേശു ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് കൊലോസ്യർ 1:15 പ്രകാരം സകല സൃഷ്ടിക്കും ആദിജാതനാണോ? അതുപോലെ സദൃശവാക്യം 8:22 സകല സൃഷ്ടിക്ക് മുമ്പേ അവൻ എന്നെ ഉളവാക്കി, യഹോവയുടെ വഴിയുടെ ആരംഭമായി എന്നെ ഉളവാക്കി. ഈ വക വാദഗതികളൊക്കെ എന്തിലേക്ക് നയിക്കുന്നു എന്ന് എൻ്റെ ഓരോ പല എപ്പിസോഡുകൾ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവരെ വേറിട്ട ചിന്തകളെന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഡേവിഡ് അടിമാലിന്നോ അല്ലെങ്കിൽ 9951513130 എന്ന നമ്പർ അടിച്ചു കൊടുത്താലും യൂട്യൂബിൽ എൻ്റെ ഓരോ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനകത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്നവർക്ക് ചോദിക്കാം, എല്ലാത്തിനും മറുപടി തരുന്നവർക്കല്ല, എനിക്കും കൂടെ പഠിക്കാവുന്നവർക്കെന്താണ്. നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോഴായിരിക്കും ഞാൻ ചിലപ്പോൾ പഠിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ. കർത്താവ് അത്രയ്ക്ക് ഉറപ്പ് തന്ന വിഷയം മാത്രമേ ഞാൻ യൂട്യൂബിൽ ഇടാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സഹകരണത്തിനായി, പ്രാർത്ഥനയ്ക്കായി നന്ദി. വീണ്ടും നമ്മളെ കൂടിക്കാണുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു.